VD കൊടുക്കേണ്ടത് VD-യുടെ തുകയാണോ? VD-യുടെ ആസ്തിയാണ്. ഇത് കമ്പൈൻഡ് അക്കൗണ്ട് ആണ്. കമ്പൈൻഡ് അക്കൗണ്ട് എന്നാൽ ഇപ്പോൾ സാങ്കേതികമായി അത് പ്രതിപക്ഷ നേതാവിന്റെയും KPC പറയട്ടെ അതെങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കമ്പൈൻഡ് അക്കൗണ്ടിലുള്ള ഞാൻ പറഞ്ഞു. അതായത് ഈ രണ്ടുപേരുടെ ജോയിന്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് മാത്രം ഇനി ഉൾപ്പെടുത്താൻ ഞാൻ പ്യൂർലി ടെക്നിക്കലാണ്. ഞാൻ പറഞ്ഞോട്ടെ. SKN അവിടെ LDF ചലഞ്ച് ചെയ്തു. ഏതൊക്കെ വിഷയങ്ങൾ ചലഞ്ച് ചെയ്തു? ഒന്ന്, ഈ പറയുന്ന സ്വർണത്തിന്റെ മൂല്യം കുറച്ച് കാണിച്ചു. SKNോട് ഇന്ന് VD പറഞ്ഞു. 2, അദ്ദേഹത്തിന്റെ വണ്ടിക്ക് പഴയ പെനാൽറ്റി അടച്ചിട്ടില്ല. 2. 3 എന്തായിരുന്നു SKN? 3, അദ്ദേഹം വരുമാനം കുറച്ചു കാണിച്ചു. എങ്ങനെയാണ്? അദ്ദേഹം അഭിഭാഷകൻ എന്നുള്ള അദ്ദേഹത്തിന് വരുമാനം വെച്ചിട്ടില്ല. ഈ 3 ചലഞ്ച് മാത്രമേ LDF അവിടെ വെച്ചിട്ടുള്ളൂ. അത് പരിഗണിച്ചു, കാര്യമില്ലെന്ന് കണ്ടി സത്യവാങ്മൂലം സ്വീകരിച്ചു. SKN ഈ ദിലീപേട്ടൻ പറയുന്ന പോലെയാണെങ്കിൽ ഇതല്ലേ ഏറ്റവും ഗുരുതരമായ പ്രശ്നം? അതല്ലേ LDF ചലഞ്ച് ചെയ്യണ്ടേ? എന്താ ചലഞ്ച് ചെയ്യാത്തെ? അവർക്കറിയാം ടെക്നിക്കലി നിലനിൽക്കുന്നതല്ലാന്ന്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ജോയിന്റ് അക്കൗണ്ട് ശരി VD സതീശന്റെയും KPCC അധ്യക്ഷന്റെയും ജോയിന്റ് അക്കൗണ്ട് പേഴ്സണൽ അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ VD സതീശൻ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ച സ്വർണ്ണമുണ്ടല്ലോ, അത് ആരുടേതാണ്? അദ്ദേഹത്തിന്റെ ഭാര്യയുടേതാണല്ലോ അല്ലേ? VD സതീശന്റെ സ്വന്തമല്ലല്ലോ. അപ്പോൾ മറ്റു സാങ്കേതികത ഇതിൽ ബാധകമല്ലേ? അത് കാര്യം മനസ്സിലാക്കാൻ പറയുന്നതാണ്. അതായത് എന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ അസറ്റ് കൂടാണ്. അപ്പോൾ ഈ ഫണ്ട് ആരുടേതാണ്? ആ ഫണ്ട് അതിന്റെ കുടുംബത്തിന്റെ അസറ്റ് അല്ല. അല്ല, അതിലിപ്പോൾ ഈ ഓഡിറ്റർക്കല്ലാതെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടപ്പോൾ വേറെ ആർക്കും ഒന്നും അറിയില്ല. ഈ നേതാക്കൾക്ക് എന്താണ് മറുപടി പറയാത്തത്? അത് ഞാൻ പറയുന്നത് SKN കോൺഗ്രസ്, ഞാൻ ആദ്യം പറഞ്ഞു കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഉണ്ടായത് വമ്പം പറയാം. ഇപ്പൊ A റഹീം പറയുന്നത് ഇത് ബൊഫോസ് കുമ്പോണെന്നൊക്കെ പറയണം. എന്നിട്ട് പോലും ഇവർ മിണ്ടുന്നില്ല. SKN ഞാൻ പറഞ്ഞ എന്റെ നേർക്കുന്ന ബോധ്യം പറയുന്നത്. ഞാൻ ഇപ്പോഴല്ല കേട്ടോ, ഈ തർക്ക സമയത്തല്ല. ഞാൻ നേരത്തെ ഒരു സമയത്ത് ഞാൻ എന്റെ പിന്നാലെ പോയി ഈ ഓഡിറ്ററെ എടുത്ത് വിളിച്ച് അദ്ദേഹത്തിന്റെ പേപ്പർ കണ്ട് ബോധ്യപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാര്യം. ഇവർക്ക് ഈ കാര്യം ഇവർക്ക് പറഞ്ഞുകൂടെ? ഈ കാര്യം അല്ല. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ സൈബർ ഈ പ്രചരണം ഉണ്ടാവുന്നത്. ഒരൊറ്റ പ്രതികരണത്തിൽ തീരാവുന്ന ഒന്ന് ഇങ്ങനെ വലിച്ചു കിട്ടുന്ന കുറ്റം ശരിയാണ്. അവിടെയാണ് സംശയം. ഇപ്പോൾ ഹാഷ്മി അത് ആധികാരികമായി മനസ്സിലാക്കിയ കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റർക്ക് ഞാൻ പറയുന്നത് ഏതെങ്കിലും സൈബർ ക്യാപ്സൂൾ അല്ല. ഞാൻ ഈ പറഞ്ഞ ഓഡിറ്ററെ വിളിച്ച് നേർക്കുന്നേർ അദ്ദേഹത്തിൽ നിന്ന് ബോധ്യപ്പെട്ട് നേർക്കുന്നേർ ഈ പറഞ്ഞ അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഈ ഫോൺ ഒന്ന് മാറിയായിരുന്നു. SKN ആ പേപ്പർ എനിക്ക് പുള്ളി അയച്ചു തന്നായിരുന്നു. അയച്ചു തരേണ്ടതല്ല, പക്ഷെ എനിക്ക് അയച്ചു തന്നായിരുന്നു. ഫോൺ മാറിയപ്പോൾ ആ പേപ്പർ എല്ലാം ഞാൻ കാണിച്ചു തരായിരുന്നു. ഞാൻ ബോധ്യപ്പെട്ട കാര്യം പറയുന്നത്. ഇത് കോൺഗ്രസ് സിമ്പിളെ SKN PC വിശ്വനാഥും ഷാഫി പറമ്പിൽ അനിൽകുമാറുടെ വാർത്താ സമ്മേളനം നടത്തിയായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അവരിത് എന്നോ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ ലൈബ്രറി അന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ല. ഏതാണ്ട് ഇതേ കാര്യങ്ങൾ തന്നെ, ഇത്ര ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ കൂടിയും ഇതേ കാര്യങ്ങൾ അവർ അന്ന് പറഞ്ഞതുമാണ്. സിമ്പിളായി പറയാവുന്നതേ ഉള്ളൂ. അതിന് മറുപടി പറഞ്ഞു തീർക്കേണ്ട കാര്യം വെച്ച് വലിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.